അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. രാവിലെ എണീച്ചതും കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. നമുക്ക് എത്ര സ്റ്റാൻഡ് ഉണ്ടായിട്ടും ഷൂ റാക്ക് ഉണ്ടായിട്ടും ഒന്നും കാര്യമില്ല. ചെരുപ്പുകളൊക്കെ പിന്നെ അവിടെ ഇവിടെയൊക്കെ കിടക്കും കേട്ടോ. പിന്നെ കഴിഞ്ഞ ക്ലീനിങ്ങിന് ഞാൻ യൂസ് ചെയ്യാത്ത ചെരുപ്പുകൾ കംപ്ലീറ്റ് പിള്ളേരോട് എടുത്ത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിപ്പം കുറഞ്ഞതും കേടുവന്നതൊക്കെ കേട്ടോ. അതിന് ഒരു ചാക്ക് നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ബാക്ക് കൊണ്ടുവച്ചപ്പം നമ്മുടെ ചെരുപ്പുകളൊക്കെ സ്റ്റാൻഡിലൊക്കെ ഒതുങ്ങുമായിരുന്നു കേട്ടോ. പക്ഷെ രാവിലെ എണീച്ചതും പൂച്ചയാണോ വേറെ എന്തെങ്കിലും ആണോ തട്ടിയിട്ടതെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും അതിനെനിക്കൊന്ന് അടുക്കി പെറുക്കി വെച്ച ശേഷം ഞാനിതാ പാലും എടുത്തിട്ട് വന്ന് ചായ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആണെങ്കിലും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിന് ഒരുപാട് നന്ദി. ഇനിയിപ്പോൾ എനിക്കൊരു 100 വ്യൂ ആണെങ്കിൽ കൂടെ 100 പേര് എൻ്റെ ചുറ്റും നിന്ന് എന്നെ നോക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. എങ്ങനെയാണെങ്കിലും അങ്ങനെ ചായ റെഡിയായിട്ട് ഞാൻ എല്ലാവർക്കും ചായയൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി ഉഴുന്നൊക്കെ ഒന്ന് വെള്ളത്തിലിടണം കേട്ടോ. ദോശയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാനിവിടെ 5 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഏകദേശം 1.25 കപ്പ് ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉലുവയും ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഉലുവ അത്യാവശ്യം ചേർത്തി കൊടുത്തു കഴിഞ്ഞാൽ ദോശയ്ക്ക് നല്ലൊരു കളറും വരും, ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം ഒഴിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഈവനിങ് ആകുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. പിന്നെ ഇതാ വാഷിങ്ങിന് കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മളെപ്പോഴും ഒരേ ടൈപ്പ് ലിക്വിഡൊന്നല്ല മേടിക്കാറ്, എന്തായാലും ഫ്രണ്ട് ലോഡേ മേടിക്കാറുള്ളൂ കേട്ടോ. നമ്മുടെ മെഷീൻ അങ്ങനെ ആയതുകൊണ്ട് ഫ്രണ്ട് ലോഡ് മാത്രമേ ഞാൻ മേടിക്കാറുള്ളൂ. 5 ലിറ്ററിൻ്റെ മേടിച്ച് കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാമല്ലോ. പിന്നെ ഇന്നത്തെ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ടുള്ള ഉള്ളി, തക്കാളി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയും വേണം കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നോട് ഇടിയപ്പം എങ്ങനെ ഇത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നേ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഈ അജ്മിയുടെ പുട്ടുപൊടിയോ പത്തിരിപ്പൊടിയോ ഒക്കെ തന്നെ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അതിലോട്ട് ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വയ്ക്കും. എന്നിട്ട് നല്ല വെട്ടി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കും. ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇല അടയൊക്കെ ഉണ്ടാക്കില്ലേ, അതിലിങ്ങനെ പരത്താൻ, പത്തിരിയൊക്കെ പരത്താൻ ആ ഒരു രീതിയിൽ മതി. ഇനി ഇച്ചിരി കൂടി വെള്ളം കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല, കയ്യിൽ ഒട്ടിപ്പിടിക്കരുത് കേട്ടോ എന്തായാലും. അപ്പോൾ എണ്ണയൊക്കെ തടവി ഇതാ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ആരും കണ്ണു വെക്കരുത് കേട്ടോ. കാരണം കുറേ കാലം ആയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. ഇടിയപ്പം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നാറുണ്ട് എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇടിയപ്പം കഴിക്കണമെന്നുള്ളത്. ഇപ്പോഴും പലർക്കും അങ്ങനത്തെ ഒരു ഇത് തന്നെയാണ്. എന്തായാലും ഈ ഓടിൻ്റെ തിരിച്ചിറക്കുന്ന സാധനം മേടിച്ച പിന്നെയാണോ അതോ പുട്ടുപൊടിയുടെ ഗുണമാണോ അതോ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത് ശരിയായതിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും എനിക്കിപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അത് ലെഫ്റ്റ് ഓവർ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഞാനിതാ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 വലിയുള്ളി, 1 തക്കാളി ചേർത്തിട്ട് ഉപ്പ് ചേർത്തി ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ പച്ച മട്ടർ ഇങ്ങനെ ഒരാൾ പാക്കിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 1 കിലോ 200, അര കിലോ 100 രൂപ കേട്ടോ. ഈ പച്ച ഉണ്ടാവില്ലേ അതാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു വേണം പറഞ്ഞപ്പോൾ. അതൊന്ന് ഞാൻ ഇച്ചിരി എടുത്തു. ബാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്, ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില കൊത്തിയരിഞ്ഞതും മട്ടറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സോയാ സോസും അതുപോലെ ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല 1 സ്പൂണ്, പിന്നെ 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് ഗരം മസാല ചേർത്തി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എഗ്ഗ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ എന്തായാലും എഗ്ഗൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. സോയാ സോസ് വേണമെങ്കിൽ ഇച്ചിരി കമ്മിയാക്കിക്കോട്ടോ, കുറച്ച് പുളിയുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമുക്കിതിലോട്ട് ഇടിയപ്പം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഹീറ്റാക്കി എടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വരും അപ്പോഴത്തേക്കും. ഇനി സോസൊന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ എന്തായാലും ലഞ്ച് ബോക്സ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ മോനിക്ക് ഇതുപോലത്തെയൊക്കെ തട്ടിക്കൂട്ടുകളൊക്കെ ഇഷ്ടമായിരുന്നു. ഇനിയിപ്പോൾ വലുതായതുകൊണ്ട് ഞാൻ ഇനി അവനോട് ചോദിച്ചിട്ട് വേണമല്ലോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും കാലം ചെറിയ കുട്ടി എന്നുള്ള ഒരു ഇത് ഇപ്പോഴും അതൊന്നും മാറ്റൊന്നും വന്നിട്ടില്ല കേട്ടോ. അത് വേറെ കാര്യം. അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ റെഡി ആയിട്ട്
ഞാൻ കെട്ടിക്കൊടുത്തു. പിന്നെ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന പിള്ളേർ തന്നെയാണ് കേട്ടോ. ഫുഡ് ഇല്ലടാ ഇന്ന് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് വേണ്ട എന്ന് പറയുന്ന മക്കളാണ്. വാശി പിടിക്കാറൊന്നുമില്ല കേട്ടോ, ഇന്ന തന്നെ വേണം എന്നുള്ളതൊന്നും. അങ്ങനെ അവർക്ക് ഫുഡ് ആക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. അവനക്ക് കഴിക്കാനും കൊടുത്തു. കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമാവുകയൊക്കെ ചെയ്തു കേട്ടോ. ഈ പറഞ്ഞ പോലെ സോയാ സോസ് കുറച്ച് കമ്മിയായിരുന്നു വെച്ചാൽ ഇത്ര പുളി ഉണ്ടാവില്ല. അപ്പം ഞാൻ അവനെ വിളിച്ച് കൊടുത്തതാണ്. കഴിച്ചതിൻ്റെ അഭിപ്രായം ഒന്നും കാര്യമായിട്ടൊന്നും എക്സ്പ്രഷനൊന്നും മുഖത്ത് കാണുന്നില്ല. ചെറുതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഇഷ്ടപ്പെടാത്ത പോലെ ഉണ്ട് അല്ലേ. ഞാൻ ചോദിച്ചു പിന്നെയും ഇഷ്ടമായില്ലെങ്കിൽ പറയടാന്നൊക്കെ പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ട്, കുറച്ച് പുളി കൂടി എന്ന് മാത്രമേ ഉള്ളൂ അവൻ പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പാത്രങ്ങൾ വേഗം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗോതമ്പ് പൊടി ഇത് റഷ്യൻ കടയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അരിച്ചു നോക്കിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇത് വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കംപ്ലീറ്റ് അരിച്ച് എടുത്ത ശേഷമാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. കറി നമ്മുടെ കടലക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് ഇത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ. കുറച്ച് കാലമായില്ലേ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട്. ഈയിടെയായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാറില്ല. രാത്രിയാണെങ്കിലും ദോശയാണ്. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ പോയി വന്ന ശേഷമാണ് കേട്ടോ. അവിടെ കുഴച്ച് വെച്ച ശേഷം ഞാൻ എൻ്റെ ക്ലീനിങ് കാര്യങ്ങൾക്കൊന്ന് പോയിട്ടുണ്ട്. പിന്നെ കുറേ കമൻ്റ് ഉണ്ടല്ലോ, നമുക്ക് ഒന്ന് നോക്കാം അല്ലേ എന്തൊക്കെയാണ് കമൻറ്റ്സ് എന്നുള്ളത്. ഹായ് ജിനിത്ത, സുഖാണ്. അവിടെ മഴയാണോ? നല്ല മഴയാണ്. നല്ല മഴയൊന്നുമില്ല. ഞാൻ താത്താനോട് അനിയത്തിനോട് അവർ ഫോൺ ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു ഇവിടെ മഴയുണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ബാക്കിയുള്ള ജില്ലകളിൽ പെയ്ത് ഇങ്ങനെ നമുക്ക് വേണ്ടി ഇങ്ങനെ തുപ്പിത്തരൂലേ അതുപോലെയുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെറിയ പാറ്റിൽ തന്നെ ഉള്ളൂ. പക്ഷേ ക്ലൈമറ്റ് കംപ്ലീറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി എല്ലാവർക്കും മഴ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ മഴ നന്നായിട്ട് പെയ്യുമായിരിക്കും. എന്തായാലും സിമ്പിൾ ലഞ്ച് ബോക്സ് വീഡിയോയിൽ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ല ഉൾപ്പെടുത്താം. നല്ല മഴയാണ്. ഉപ്പാക്ക് സുഖമാണോ? എല്ലാവർക്കും സുഖമാണ് കേട്ടോ. ഹൈജീനി നല്ല മഴയാണോ? കുറേ പേര് മഴയാണോ എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. തൃശ്ശൂരും നല്ല മഴയാണ്. അയാൻ പെരുന്നാളായിട്ട് ഹെയർ കട്ട് ചെയ്തില്ല. പെരുന്നാളായിട്ടൊന്നും ഹെയർ കട്ട് ചെയ്തില്ല. പക്ഷേ പിന്നീട് സ്കൂളിൽ പോയി രണ്ടാമത്തെ ദിവസം ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന് കുറച്ച് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഡലിക്ക് പച്ചരി അല്ല പുഴുങ്ങലരിയാണ് യൂസ് ചെയ്യാറ്. ഞാൻ ഇഡലി എന്നാണോ പറഞ്ഞത്? ദോശമാവാണ് കേട്ടോ ഞാൻ ആട്ടിയെടുത്തത്. ദോശമാവിന് പച്ചരി യൂസ് ചെയ്യും. ഇഡലിക്ക് പുഴുങ്ങലരിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇവിടെയും നല്ല മഴയാണ്. ലവ് ഫ്രം മലപ്പുറം. ഓക്കെ, മലപ്പുറം ആ ഭാഗത്തേക്ക് ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുമല്ലോ. പിന്നെ ഞാൻ മീൻ പൊരിക്കും, ചിക്കൻ പൊരിച്ച എണ്ണ കൊണ്ട്. അയ്യോ, അതെങ്ങനെ ഉണ്ടാവും? ടേസ്റ്റ് ഉണ്ടാവുമോ? ഞാൻ അതിനൊന്നും യൂസ് ചെയ്യൂല. അങ്ങനെ ദോശ ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ ഹായ്, വീഡിയോ സൂപ്പർ, താങ്ക് യു. ജിനി സുഖാണോ? പിന്നെ ഉമ്മ ഹെൽപ്പ് ചെയ്യാറില്ലേ? ഇത് കുറേ ചോദിച്ച് നിങ്ങൾക്ക് മടുത്തില്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്? ഞാൻ അതിന് ഒരുപാട് ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ പയറിൽ മുളക് പൊടി ചേർക്കാറില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇട്ടാൽ നല്ലതാണ്, നല്ലൊരു കളറ് വരുമായിരിക്കും അല്ലേ അത്. അപ്പം ഞാനിവിടെ ഒരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയും കൂടി ഒന്ന് ജസ്റ്റ് ഒടിച്ച് വിടുന്നുണ്ട്. നമ്മളിതാ എല്ലാ സ്പൈസസും ഇട്ടിട്ട് അതൊന്ന് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പൊടികളായിട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ നമ്മുടെ ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ മസാല ഇല്ലാത്ത പരിപാടി ഇല്ല എന്ന് തന്നെയായിരിക്കും എനിക്കറിയാം, അത് നിങ്ങൾ പറയുന്നുള്ളത്. അതെന്തോ അങ്ങനെ ശീലിച്ച് പോയിട്ടോ, കുറേ കാലമായിട്ടുള്ള ശീലമല്ലേ. 1 കിലോ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മസാല എല്ലാ ഭാഗത്തും ആവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. വീഡിയോ ഒന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ, അതെന്താ നിങ്ങൾ കാണാത്തത്? ഞാൻ ഇടാറുണ്ടല്ലോ, നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഒരു ദിവസം ഞാൻ FBയിൽ 3 വീഡിയോ ഇടും, യൂട്യൂബിലും 3 വീഡിയോ ഇടാറുണ്ട്. അതായത് 2 ഷോർട്ട് വീഡിയോ, 1 ലോങ് വീഡിയോ യൂട്യൂബിലിടും. FBയിലും 2 ഷോർട്ട് വീഡിയോ, 1 ലോങ് വീഡിയോ. വളരെ റെയറാണ്. കുറേ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഗ്യാപ്പ് എടുത്ത ശേഷം ആണ് കേട്ടോ ഞാനീ പറയുന്നത്. ചിക്കനിലെ മസാല നന്നായി പിടിച്ച ശേഷം കിഴങ്ങും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. FBയിൽ ചിലപ്പോൾ ഞാൻ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ 3 ഷോർട്ട് വീഡിയോസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മുടെ മാംഗോ റെസിപ്പിയിലേ കുറച്ച് പാലൊഴിച്ച് ലൂസാക്കായിരുന്നു. പക്ഷേ എനിക്കെന്തോ അതുണ്ടാക്കിയപ്പോൾ ഐസ്ക്രീം കഴിക്കണ പോലെ കഴിക്കാനാണ് ഫീലായത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഇതാ വേഗം പോയിട്ട് ചിക്കൻ കറിയൊക്കെ റെഡിയായി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ
തണ്ണിമത്തനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഡയറ്റ് സ്റ്റിൽ പോകുന്നുണ്ട്, എന്താവും നോക്കാം നമുക്ക്. കാരണം പട്ടിണി കിടക്കുന്നല്ലോ ഞാൻ. പട്ടിണി കിടന്നിട്ടുള്ള ഡയറ്റ് ആകുമ്പോൾ ഒരു ടെൻഷനാണ്. ഇത് ഇങ്ങനെ പോട്ടെ, ഒരു 100 ദിവസം എന്തായാലും ഇങ്ങനെ പോട്ടെ എന്ന് തന്നെയാണ് മൈൻഡിലുള്ളത് കേട്ടോ. കാരണം വലിയ ചേഞ്ച് ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. ആദ്യം പെട്ടെന്നൊരു ചേഞ്ച് വന്നു, പിന്നെ എനിക്ക് തോന്നുന്നു ബോഡി അതിനോട് സെറ്റായോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ ഞാൻ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേഗം പോയിട്ട് ചായ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് തിളച്ച് വരട്ടെ, അപ്പോഴത്തേക്കും ബാക്കിലൊന്ന് പോയി അടിച്ചു വാരിക്കഴിഞ്ഞാലേ ആ പണിയൊന്ന് വേഗം കിട്ടും. ചായ തിളയ്ക്കുമ്പോൾ വെറുതെ അവിടെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് സിമ്മാക്കിയിട്ടാണ് കേട്ടോ ഞാൻ പോയത്. തിരിച്ചു വരുമ്പോഴത്തേക്കും കറക്റ്റ് ടിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പണികളൊക്കെ തീർന്ന് കിട്ടും കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു വ്ളോഗൊന്നും ചെയ്യാണ്ട് ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് അവരുടെ പണിയൊക്കെ തീർക്കാൻ പറ്റും തോന്നുന്നു. നമുക്കിങ്ങനെ വീഡിയോസൊക്കെ എടുക്കണോണ്ടായിരിക്കും ഇത്രയെങ്കിൽ ഇത്ര സമയമാകുന്നത്. എന്നാലും രണ്ടും കൂടെ മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇതാ വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം. എന്നെപ്പോലെ ആരെങ്കിലും ഈ മഴക്കാലത്ത് ഇത് ഡയറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഭയങ്കര ടാസ്ക്കാണ് മഴക്കാലത്ത് ഡയറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ വേനൽക്കാലത്ത് തുടങ്ങിയ സംഭവമാണ്, പക്ഷേ ഈ മഴക്കാലത്ത് കണ്ടിന്യൂ ചെയ്ത പോലെ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. കാരണം മഴക്കാലത്ത് നമുക്കൊന്നുകൂടെ വിശപ്പ് കൂടുമല്ലോ. പിന്നെ ചായ ആയി കുടിച്ച ശേഷം ആണ് ഞാൻ തുണികളൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി വന്നത്. പിന്നെ നമ്മൾ ഫേസ് ഇപ്പോഴും കാണിക്കാത്തത്, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഇപ്പോഴും കാണിക്കാത്തത്, നന്നായിട്ട് ചേഞ്ച് വന്നിട്ട് തന്നെ ഉള്ളൂ നിങ്ങളെ മുന്നിൽ വരിക എന്നുള്ളൊരു വാശിയിലാണ് കേട്ടോ ഞാൻ. അതുകൊണ്ടാണ് ഇനിയും കാണിക്കാത്തത്. ചില ആൾക്കാർ നീ ഒന്നും തടിയേ കുറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്നുള്ളൊരു ഇത് തോന്നാറുണ്ട്. എന്നാലും സാരമില്ല, ഞാനിപ്പോൾ ഒരു കംഫേർട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ വേഗം തുണികളൊക്കെ ഒന്ന് ഉണങ്ങാനിട്ടിട്ടുണ്ട്. ഇനി ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കണം. ഇനി എന്താ പറയാൻ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കൂ. ചെറിയ കമൻസ് ആയതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ മൊത്തം പറയണ്ടേ. അപ്പോൾ നിങ്ങൾ വലിയ ക്വസ്റ്റ്യൻസൊക്കെ അങ്ങോട്ട് ചോദിക്കുക. ഇവിടെ എവിടെയില്ലാത്ത ക്വസ്റ്റ്യൻസൊക്കെ അങ്ങ് ചോദിച്ചോ. പിന്നെ എന്താ, ചോറ് വെച്ചിട്ടുണ്ട്, എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് എഗ്ഗ് തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ പച്ചക്കറിയൊന്നും കിട്ടുന്നില്ല. പിന്നെ മുരിങ്ങയൊക്കെ മൂത്ത പോലെ തോന്നുന്നു കേട്ടോ എനിക്ക്. അതാണ് ഞാൻ അതൊന്നും എടുക്കാത്തത്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ കേട്ടോ. ചോറൊന്ന് തിളപ്പിച്ച് ആക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. എഗ്ഗ് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എഗ്ഗ് മസാല ഉണ്ടാക്കിയിട്ട് എടുക്കാം. ഇവിടെ പൊതുവേ അങ്ങനെ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് ഗസ്റ്റ് വന്നു നമ്മുടെ വീട്ടിൽ മീനോ ഇറച്ചിയൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കുന്നൊരു കൂട്ടാനാണ് കേട്ടോ ഇത്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പൊടികൾ ഇട്ട് കൊടുക്കുക. ഞാൻ എന്തായാലും ഇപ്പോൾ ഇതിൽ മഞ്ഞൾ, മുളക്, ചിക്കൻ മസാല, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കസൂരി മേത്തിയും ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് തിരിച്ച് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു കൂട്ടാൻ അത്രയേ ഉള്ളൂ കേട്ടോ. ടേബിളിൽ വെക്കുമ്പോൾ ഒരു കൂട്ടാൻ, പിന്നെ ഒരു പപ്പടവും പരിപ്പിച്ചാറും ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലാവിഷാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ എഗ്ഗ് ബിരിയാണിയാണ്, അതൊന്നും ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് പോയി റെസ്റ്റൊക്കെ എടുത്ത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനലും FB പേജും ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇൻസ്റ്റയൊക്കെ ഫോളോ ചെയ്യാത്തവരെന്തായാലും ഫോളോ ചെയ്യണം. കാരണം 95Kയിൽ ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. എനിക്കൊരു 100K അടിക്കണമെന്നും ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷേ അത് നടക്കുന്നേ ഇല്ല, പ്രത്യേകിച്ച് ഇൻസ്റ്റയിൽ. FB പിന്നെ ഞാൻ അത് ആവുമ്പോൾ ആവട്ടെ എന്ന് വിചാരിച്ച്. ഇൻസ്റ്റ ആണെങ്കിലും FB ആണെങ്കിലും ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് തുടങ്ങിയ ഒരു സംഭവമൊന്നുമല്ല കേട്ടോ. യൂട്യൂബ് ഉള്ളതുകൊണ്ട് ഞാൻ തുടങ്ങിയൊരു സംഭവമാണ്. ഒരിക്കലും അതിൽ ഞാൻ റീച്ചായിട്ട് വരുന്നോ FBയിൽ എനിക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നോ ഒന്നും ഞാൻ വിചാരിക്കാത്ത കാര്യം. യൂട്യൂബിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷേ ഏൺ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അതിപ്പോൾ ചെറുതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.